അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉജ്ജ്വല സ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. നിറഞ്ഞ പ്രാർത്ഥനകളോടെയും ആഹ്ലാദത്തോടെയുമാണ് വിശ്വാസികൾ ഈ ബലിപെരുന്നാളിനെ വരവേൽക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും പുലർച്ചെ തന്നെ പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനകളും നടന്നു. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ പ്രാർത്ഥനാ നിർഭരമായാണ് വിശ്വാസ ലക്ഷങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നത്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും സമാനതകളില്ലാത്ത ത്യാഗസ്മരണകളാണ് ഓരോ ബലിപെരുന്നാളും വിശ്വാസി സമൂഹത്തിനു മുന്നിൽ തുറന്നിടുന്നത്. സംസ്ഥാനത്തെ പ്രധാന ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. പ്രതിസന്ധികളിൽ നിന്നും ലോകം കരകയറുമ്പോൾ മാനവികതയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഈദ് സന്ദേശങ്ങളിൽ ഉടനീളം ഇമാമുമാർ വിശ്വാസികൾക്ക് നൽകിയത്. ത്യാഗത്തിൻ്റെ വലിയൊരു പാഠമാണ് ബലിപെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നത്. കൂടെയുള്ളവനെ ചേർത്തുപിടിക്കാനും വിശക്കുന്നവൻ്റെ വിഷമം മനസ്സിലാക്കാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരത്തിനു ശേഷം വീടുകളിൽ ഒത്തുചേർന്നും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ചും പെരുന്നാൾ ആഹ്ലാദത്തിന് മാറ്റുകൂട്ടി. പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങായ ബലികർമ്മവും വിവിധ ഇടങ്ങളിൽ നടന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിർധനർക്കും പെരുന്നാൾ വിഭവങ്ങൾ എത്തിച്ചു നൽകി കാരുണ്യത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ഇത്തവണയും വിശ്വാസികൾ കാഴ്ചവെച്ചത്. ഗൾഫ് നാടുകളിലും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഒത്തുചേരലുകളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും വേദിയായി പ്രവാസലോകത്തെ പെരുന്നാൾ ദിനങ്ങളും മാറി. വംശീയ വർഗീയ ചിന്തകൾക്കതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെയും കാരുണ്യം കാണിക്കേണ്ടതിൻ്റെയും ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് ഈ ബലിപെരുന്നാൾ. ഏവർക്കും ടീം ന്യൂസ് ബാഗിൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ.